നമസ്കാരം. നമസ്കാരം. ബാസ് ഇത്തിരി വേണ്ട കേട്ടോ. എന്തോ ബാസ് എന്നോട് സംസാരിക്കുമ്പോ ബാസ് സൗണ്ടിന്റെ കുറച്ച് കുറയ്ക്കാം. ബാസ് അത് ജന്മനുള്ളതാണ്. ആംപ്ലിഫയർ അത് കുറക്കാൻ പറ്റില്ല. ഞാൻ സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹം ജസ്റ്റ് ആരാണ്? എന്ത് കൂട്ടിക്കോ. ഓക്കെ. ഭയങ്കര അഹങ്കാരം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്താ? തീർച്ചയായിട്ടും. അത് കാലൊന്ന് ഇറക്കി വെക്കാവോ? എന്റെ കാലം എന്റെ കാലുമല്ലേ കെട്ടിട്ടുള്ള, തന്റെ കാലുമല്ലല്ലോ. പക്ഷേ എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇവിടെ അഭിനയിക്കാൻ വന്നതാണ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം എന്റെ ബ്ലാക്ക് കാറ്റ് ആണ്. അദ്ദേഹം ഇരിക്കണം നോക്കൂ. എക്സ്ക്യൂസ് മീ, അദ്ദേഹം ബാബുരാജോ? ബാബുരാജ് എന്നാണോ പേര്? അല്ല, എന്റെ പേര് എന്താ? ഭീമൻ രഘു. ഭീമൻ രഘു എന്ത് ചെയ്യുന്നു? ഞാന് മറ്റേ ഭീമനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ഏത് ഭീമനായിട്ട്? തിരുവനന്തപുരത്ത് ഭീമനായിട്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങള് വേറെ ഗുസ്തി കളിക്കും. ഗുസ്തി കളിക്കും അല്ലേ? അപ്പൊ ഓക്കെ, യോഗ്യതയുണ്ടോ? എന്റെ ബ്ലാക്ക് കാറ്റ് അവൻ യോഗ്യതയുണ്ടോ? എന്ത്? എന്റെ ബ്ലാക്ക് കാറ്റ് എന്റെ ആരാധകരാണ് ഇവർ. ഓക്കെ, അപ്പൊ ഇവരെന്നെ ശല്യം ചെയ്യൂലോ. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? ഇല്ല, എനിക്ക് മനസ്സിലായില്ല സംഭവം. ഇവരെന്റെ ആരാധകരാണ്. ആര്? ഇവര് അല്ലേ? ജസ്റ്റ് കൈയടിക്കൊന്ന് കണ്ടോ? നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഞാൻ രാംചരൺ. ഞാൻ സോറി. മനസ്സിലായില്ല. കന്നഡ മാറ്റിയപ്പോ മനസ്സിലായി. സോറി. അത് മനസ്സിലാകണം കേട്ടോ. ഓക്കെ. ഹലോ, മിണ്ടല്ലേ? ഓക്കെ, ഞാൻ സംസാരിക്കട്ടെ. ഓക്കെ, ഞാൻ പുതിയ ഫിലിമിന്റെ സെറ്റിലാ. എന്താ? ഓക്കെ. എന്റെ പടം എന്നാ റിലീസ്? അടുത്ത ആഴ്ചയോ? ഓക്കെ, അപ്പോ എന്റെ ഫുൾ സൈസ് ഫോട്ടോസ് ATMന്റെ ബാങ്കിന്റെ മുമ്പിലൊക്കെ കൊണ്ടുവയ്ക്കണം. അവിടെയല്ല ആളുകളുള്ളത്. ഓക്കെ, അവിടെ കൊണ്ടുവയ്ക്കുക. കാലിറക്കി വെക്കൂ. കാലൊന്ന് ഇറക്കി വെക്കൂ. സാറിനോട് പറഞ്ഞല്ലോ. അല്ല, എനിക്ക് എന്ത് ഇറിറ്റേഷൻ പോലെ തോന്നുന്നു. ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? ഓക്കെ. ദെൻ നിങ്ങളെ ആരിവിടെ കയറ്റിയിരുത്തിയതാരാ? എന്താ? ആരെ കയറ്റിയിരുത്തി ഇവിടെ? അങ്ങനെ സോയ എല്ലായിടത്തും കയറി ചെല്ലാൻ പാടുണ്ടോ? ഇത് ഫിലിം വലിയ മൂളിച്ച വേണ്ട. ഓക്കെ, ഞാൻ ഫിലിം സ്റ്റാർ ആണ്. ജസ്റ്റ് ഒന്ന് എല്ലാരും ഒന്ന് എഴുന്നേറ്റുന്നേ. ജസ്റ്റ് ഓക്കെ. അയ്യോ, ഇത്ര റെസ്പെക്ട് ഒന്നും വേണ്ട. ഇരിക്കൂ കേട്ടോ. ഇത്ര റെസ്പെക്ട് വേണ്ട കേട്ടോ. ഓക്കെ. ഹലോ, ഇതാരാ? ജോഷിയോ? ഏത് ജോഷി? താങ്കൾ ഒരു ഫിലിം ഡയറക്ടർ ആണെങ്കിൽ താങ്കൾ ചെയ്ത സിനിമ പറയും മിസ്റ്റർ. അല്ലാതെ ഞാൻ എങ്ങനെ അറിയുന്നേ? 2020യോ? അതൊക്കെ ഒരു സിനിമയാണോ? അതിൽ ഞാനുണ്ടോ? അതിൽ മലയാളത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ടോ? ഇല്ല. ഇതാരാ? എന്റെ നമ്പർ തന്നാരാ? സലീം കുമാറോ? ഓക്കെ, ഞാൻ സലീം കുമാറിനോട് ബാക്കി സംസാരിച്ചോളാം കേട്ടോ. ഓക്കെ. ഇല്ല, തരില്ല ഞാൻ. ഇതിലാരാ? സലീം കുമാർ ആരാ? ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടാ? അതെ. ഓക്കെ. എന്തിനാ എന്റെ നമ്പർ ജോഷിക്ക് കൊടുത്തു? ജോഷിക്ക് എന്തിനു കൊടുത്തു എന്റെ നമ്പർ? അല്ല, ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി കൊടുത്താണത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, എനിക്ക് കുറച്ച് സമയം തരും, ഞാൻ സംസാരിച്ചോട്ടെ. ഓക്കെ, അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. ഞാനൊരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നല്ലേ. എങ്ങനെ എന്റെ നമ്പർ കിട്ടി? ഞാൻ ഇത്ര സൂപ്പർ സ്റ്റാർ ആയിട്ട് ഞാൻ അധികം ആർക്കും എന്റെ നമ്പർ കൊടുക്കാറില്ലല്ലോ. ഞാനാണ് കൊടുത്ത നമ്പർ. എനിക്ക് കിട്ടിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നോ? ഓക്കെ. അത് സണ്ണി ഉണ്ടല്ലോ. സണ്ണിനറിയോ? ഏത് സണ്ണി? അവരുടെ കള്ളൻ? അല്ലല്ല, സണ്ണി ലിയോണോ അറിയോ? ജസ്റ്റ് പോലീസുകാരെന്തോ പറഞ്ഞു ഞങ്ങളെ കുറിച്ച്, എന്തൊക്കെയോ ആവശ്യമില്ലാത്തത്. എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. ജസ്റ്റ് ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ടി വന്നു. ഫോട്ടോ ഇട്ടിട്ടുണ്ടോ? ചിലപ്പോ ആരാധന മൂത്തിട്ടതായിരിക്കും കേട്ടോ. ഇവിടെ ഈ പ്രൊഡക്ഷൻ ക്രൂവിൽ ആരും ഇല്ലേ ഇവിടെ? നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? ചോദിക്കണം കേട്ടോ. അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. ഓക്കെ.
ഇവിടെ പ്രൊഡക്ഷൻ ക്രൂവിൽ ആൾക്കാരാരുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. ഓക്കെ, നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ കയറി വന്നിരിക്കും? നിങ്ങൾ എന്ത് ആവശ്യമില്ലാത്തതിന് കൈയടിക്കരുത്. ഓക്കെ, കൗണ്ടർ പറഞ്ഞാൽ മാത്രം കൈയടിക്കുക. ഓക്കെ. ആരാണ്? എന്താ ഇവിടെ? അപ്പുറത്ത് ചെന്നിരിക്കും. അവിടെ എന്റെ ആരാധകരിക്കുന്നത് കണ്ടോ? അവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എങ്ങോട്ടാണ് പോകുന്നത്? ഞാനൊരു വീഗാലാൻഡ് വരെ ടൂർ പോവാ. എന്താ പോകുന്നോ? മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല. ആരാണ് നിങ്ങൾ ആരാ ഇവിടേക്ക് കയറ്റിവിട്ടതാരാ? മിസ്റ്റർ രാജശേഖരൻ. ഏത് രാജശേഖരൻ? ഈ ഫിലിമിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ രാജശേഖരൻ. എനിക്ക് ഏത് പ്രൊഡ്യൂസറിനെ അറിയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാനാണ് ഈ സിനിമയിലെ നടൻ. ഇവരൊക്കെ സിനിമ കാണാൻ വരുന്നത് എന്നെ കാണാനാ. ഓക്കെ. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പലതും പറയൂ. അതൊന്ന് നോക്കി ചിരിക്കല്ലേ കേട്ടോ. ആരാണ് രാജശേഖരന്റെ? ആരാണ്? വൈഫ് അങ്ങനാണോ? അയ്യോ, ഞാൻ അദ്ദേഹത്തിന്റെ മകളാണ്. മകള്. അതാര് പറഞ്ഞു? എന്താണ് കണ്ടിട്ട് തോന്നുന്നില്ലേ? എന്താ? മകളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലേ? ചർമ്മം കണ്ട പ്രായം തോന്നും, അതുകൊണ്ട് ചോദിച്ചതാ. എന്താണ്? കുറച്ച് കറുത്തു പോയോ? ഞാൻ കണ്ടപ്പോ പറയണമെന്നില്ല. എന്തൊരു കറുപ്പ? ഡോക്ടർ ഒന്നും കേട്ടായിരുന്നില്ലേ? ഭയങ്കര കറുപ്പാണ് കേട്ടോ. അയ്യോ, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ റാമിന്റെ കാര്യ പറഞ്ഞത്. നീ കറുത്തിട്ടുണ്ടാവാം. കരുവാട് ഇപ്പൊ കേരളത്തിൽ എനിക്ക് തീരെ പറ്റുന്നില്ല. നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നേ? ഓ, എനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ രാവിലത്തെ ഫ്ലൈറ്റിൽ സ്വിറ്റ്സർലാൻഡിൽ എത്തിയുള്ളൂ. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? നിങ്ങൾ ശരിക്കും എന്തിനാ ഇവിടെ വന്നത്? ഫിലിം സെറ്റ് കാണാനാണെങ്കിൽ അത് കണ്ടിട്ട് പോകണം. എന്റെ ഒപ്പം സെൽഫി എടുക്കാൻ വന്നതാണെങ്കിൽ അത് എടുത്തിട്ട് പോകണം. എന്റെ ഓട്ടോഗ്രാഫ് വേണമെന്ന് വെച്ചാൽ അത് ചോദിച്ചിട്ട് പോകണം. പിന്നെ എന്തിനാ ഇവിടെ വന്നു? സെൽഫി ഒക്കെ ഞാൻ എടുക്കാൻ സമ്മതിപ്പിക്കാം. അതിനു മുന്നേ റാം, ഞാൻ ഈ ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. ഈ ഫിലിമിലോ? ഓക്കെ. പക്ഷെ ഈ കോലത്തിന് പറ്റിയ ക്യാരക്ടർ ഇതിലില്ലല്ലോ. ഞാൻ ആക്ച്വലി റാമിന്റെ ഹീറോയിൻ ആയിട്ടാണ് അഭിനയിക്കുന്നത്. എന്നിട്ട് റാമിന്റെ ഹീറോയിൻ ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എന്റെ ഡാഡി. ഈ പടത്തിന്റെ പേര് നീ കൂത്തുന്നങ്ങനാണോ? എന്താ റാം, ഈ ഫിലിമിന്റെ പേര് അപ്സരസ് എന്നാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ, ഇല്ലേ? നിനക്കൊക്കെ അറിയില്ലേ? അപ്സരസ് എന്നാണ് ഉദ്ദേശിച്ചത്? ചെറുതായിട്ട് ലൊക്കേഷൻ മാറി. ഇത് തന്നെ പടവ് തന്നെ. ഇതന്നെയാണോ പടവ് തന്നെ? നിങ്ങൾക്കറിയാം ഈ സാധനത്തിന്? കുട്ടിയെ നമുക്കറിയാം. എത്ര പടത്തിൽ അഭിനയിച്ചാണ്? ഇതാ ആരാ അഭിനയിപ്പിക്കുന്നതിന്? ഭയങ്കര അഭിനയല്ലേ? പിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിനല്ലേ കന്നഡ വെച്ചാണ്. കന്നഡ വെച്ചാണത്. അമ്മേ എന്തിനാണ്? അടുത്തേക്ക് ചെല്ലരാം. അടുത്തേക്ക് ചെല്ല്. അല്ല, ഇത് കടിക്കിയതാണ്. ഇല്ല റാം ജോഡിയായിട്ട് അഭിനയിക്കാനുള്ള. അടുത്തേക്ക് ചെല്ലു. നിങ്ങൾ തൊട്ടുരുമിയൊക്കെ അഭിനയിക്കാനുള്ളതല്ലേ? ഞാൻ മെല്ലെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ചേട്ടനോട്? എന്താണ് കൈവിട? ആവശ്യമില്ലാത്ത ആൾക്കാർ ഞങ്ങൾ തമ്മിലൊന്നുമില്ലാട്ടാ. എന്താ? കല്യാണം കഴിക്കാൻ ആര്? അമ്മായിക്ക് മുഴുത്ത പ്രാന്ത കല്യാണ? എന്ത്? പിന്നെ Don't call me Ammai. My name is Susmita. You may call me Susu. Daddy. പേര് വിളിക്കാറുണ്ടാ? പിന്നെ എന്റെ ഡാഡി എന്നെ സുസുന്നാ വിളിക്കുന്നത്. പിന്നെ എന്റെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്നെ സുസുന്നാ വിളിക്കാറ്. ഇതെങ്ങനെ ഈ കോളത്തിൽ നോക്കി ഈ ജാതി പേരൊക്കെ വിളിക്കാറ്? എന്താണ്? എന്ത്? കൈവിട്. അതല്ല ചേച്ചി, ഇംഗ്ലീഷ് പറയല്ലേ? ഈ ശരീരത്തിന് ഇംഗ്ലീഷ് കേൾക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചതൊക്കെ സ്റ്റേറ്റ്സിലാണെന്ന്. സോ എനിക്കിങ്ങനെ അത്ര നന്നായിട്ട് സ്റ്റേറ്റ്സ് ആക്കിയോ? സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലോ. വേണ്ട. റാം, ഞാൻ റാമിനോട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ അഭിനയിക്കേണ്ട സീൻ ഉണ്ടല്ലോ, അതിവിടെ വെച്ച് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പോളാ? അതെ.
ഒന്ന് പോയ തമാശ. അത് ചെയ്യത് അത് ചെയ്യൂ. അതെ, നിങ്ങളോട് ജസ്റ്റ് കാലം താഴ്ത്തിടാനല്ലേ പറഞ്ഞോളൂ, അതിന് ഇത്ര വൈരാഗ് വേണം? എന്നാലും അതൊന്ന് അഭിനയിച്ച് കാണിക്കൂ. ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ റാം എന്റെ അടുത്ത് ഐ ലവ് യു പറയണം. വല്ല ലോജിക്കുള്ള ഡയലോഗ് പറയട്ടെ, ഇത് ജാതി ഡയലോഗ് പറയണ. ഐ ലവ് യു എന്ന് പറയൂ, ഐ ലവ് യു എന്ന് പറയൂ എന്റെ മുഖത്ത്. ഒന്ന് പോയാളൊന്ന് പിന്നെ ഐ ലവ് യു മോന്തയിൽ നോക്കിട്ട് എനിക്ക് പറയാനൊന്നും പറ്റുന്നില്ല. റാമിനൊരു കാര്യം അറിയോ? ആ ബ്ലാക്ക് ഷർട്ട് ചേട്ടനെ കണ്ടോ? ഏതാ ആ ടീഷർട്ട് ഇട്ട ബ്ലാക്ക് ഷർട്ട് ഇട്ട ചേട്ടൻ? ബ്ലാക്ക്. ആ ചേട്ടൻ എന്റെ പുറകെ എത്ര നാള് നടന്നിട്ടുണ്ടെന്നറിയോ? ഇഷ്ടാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാനൊന്ന് ഐ ലവ് യു തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആ ചേട്ടൻ എന്റെ ജീവിത പങ്കാളി ആവേണ്ട ആളാണ്. കണ്ടോ ആയിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? സത്യമാണോ? എന്റെ പേരെന്താണ്? പേരെന്ത്? ബാബുരാജല്ലേ. വീട് എവിടെയാ? വീട് എറണാകുളത്ത് തന്നെ. എറണാകുളത്ത്. എറണാകുളത്തിന്റെ മരുമോളാക്കാൻ പറ്റി സാധനത്തിന് 10 ലക്ഷം രൂപ തരാം. 10 ലക്ഷം രൂപ. അല്ല, അത് ആ കുട്ടിക്ക് ഒരു ചെറിയ എണ്ണക്കേട് കൊണ്ട് അങ്ങനെ ആയതാ. ഇതെണ്ണക്കേടൊന്നുമില്ല, ഇതെന്തോ വേറെ എന്തോ കേടാ. എനിക്ക് റാമിന്റെ കൂടെ അഭിനയിച്ചാ മതി. വാ വാ വാ, എനിക്ക് റാമിന്റെ കൂടെ അഭിനയിച്ചാ മതി. വരൂ, എന്റെ അടുത്ത് പറ ഐ ലവ് യു എന്ന് പറ. ഒന്ന് പോയാണെന്ന് എനിക്ക് ഡയലോഗ് അങ്ങനെ മാറ്റാം. അപ്പൊ ഞാൻ പിന്നെ നോക്കാത്. നടനായി പോയില്ലേ, എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ട പിന്നെ അല്ലേ? എങ്കിൽ ഡയലോഗ് മാറ്റാം. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ റാം എന്റെ അടുത്ത് ചോദിക്കണം, കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കണം. പോവാണ് ഇത് പെണ്ണുമ്പിള്ളാക്കില്ലാത്ത ഡയലോഗ് കൊണ്ട് എന്റെ അടുത്ത് കല്യാണം ചോദിക്കാം. ഇതൊക്കെ എന്റെ കയ്യിലൊന്ന് തലൊന്ന് തിരിച്ചേക്ക്, ഞാൻ ഡയലോഗ് പറയാം. പോണം തിരിക്കല്ലാട്ടാ, ഇത് ജീവൻ പണയം വെച്ചിട്ട് ചെയ്യാൻ പോണതാ. എങ്ങനെ നടന്നു വരണ്ടേ? അങ്ങോട്ട് പോ, അടുത്തുനിന്ന് പോ. ഇങ്ങനെ വന്നിട്ട് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കണല്ലേ? അമ്മായി. അമ്മായി എന്നല്ല വിളിക്കണ്ടേ? അങ്ങനെ അമ്മായിന്ന് വിളിച്ചാൽ അതിനകത്തോടെ സ്നേഹവും പ്രേമം വന്നത്. ആ കാല് കയറ്റി വെച്ചേ. ഡാർലിംഗ്, ആ കാല് കയറ്റി വെക്കും. വേണ്ട, ഇത് വിളിച്ചോ. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത ഡയലോഗ് ഒന്നും പറയല്ലേട്ടാ. മോളെ ഡാർലിംഗ് മതിയോ? എന്നെ സുസുന്ന് വിളിച്ചാ മതി. സുസുന്. അതെ സുസു, എനിക്ക് കുറച്ച് വിഷം മേടിച്ചു തരുമോ? ആ ഡയലോഗ് ഒന്ന് പഠിക്കേ. ഞാൻ പോരാ. പറഞ്ഞേ റാം മിണ്ടാതിരിക്കും, ഒരു കോള് വിളിച്ചോട്ടെ. ഹലോ, ജോഷിയല്ലേ? ആ സാറേ, ഞാനാണ്. ഇപ്പൊ ഞാൻ വിളിച്ചില്ലേ രാമേ? ആ, എന്തെങ്കിലും വേഷം ഉണ്ടാവോ? ഹലോ, അതിനിങ്ങനെ തെറി പറയണ? ഒന്നും മിണ്ടാണ്ടിരിക്കും പെണ്ണും പിള്ള. ഞാൻ ഈ ഷോട്ടിൽ നിന്ന് കരകയറട്ടെ. രാം, ആ കുട്ടി ഒന്ന് കെട്ടിക്കൂടെ? നിങ്ങൾ എന്ത്, നിങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കെട്ടിക്കോ. ഞാൻ